ഒരു മധ്യസ്ഥ ചർച്ചയ്ക്ക് പോലീസ് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ മധ്യസ്ഥ ചർച്ച അതിൽ യാതൊരു പരിഹാരവും കണ്ടെത്താത്തതിനെ തുടർന്നാണ് ഇപ്പോൾ പോലീസ് പൂട്ട് പൊളിക്കാനായിട്ടുള്ള ശ്രമം നടക്കുന്നത്. വിശ്വാസികളെല്ലാം ഇപ്പോൾ വേദനയോടെ കരഞ്ഞ് നിലവിളിക്കുന്ന കാഴ്ചയാണ് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കുന്നത്. പക്ഷേ ഇത് സുപ്രീം കോടതി വിധിയാണ്. പോലീസിന് സുപ്രീം കോടതി വിധി നടപ്പാക്കാനേ നിവൃത്തിയുള്ളൂ. മറ്റു മാർഗങ്ങളൊന്നും തന്നെയില്ല. ഇതിനു മുൻപ് സുപ്രീം കോടതി വിധി അനുസരിച്ച് തന്നെ 6 പള്ളികൾ പോലീസ് പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴെല്ലാം ഇതേ സമാനമായ രീതിയിലുള്ള പ്രതിഷേധമുണ്ടായിരുന്നു. ഇപ്പോൾ സ്ത്രീകളടക്കമുള്ള വിശ്വാസികളാണ് ഇപ്പോൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഇവരെ എങ്ങനെ കൈകാര്യം ചെയ്യും എന്നുള്ള കാര്യത്തിൽ ആശങ്കയുണ്ട്. കാരണം സ്ത്രീകളായതുകൊണ്ട് തന്നെ പോലീസ് ഇവരുടെ കാര്യത്തിൽ എന്ത് നീക്കമായിരിക്കും നടത്തുക എന്നുള്ളൊരു ആശങ്ക തന്നെ ഉണ്ട്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ നിന്ന് കാണാം, സമരക്കാരാകെ വിശ്വാസികളാകെ ഇപ്പോൾ ആർത്ത് നിലവിളിക്കുകയാണ്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പള്ളി എന്ന് പറയുന്നത് അവരുടെ ജീവന് തുല്യമാണ് അവരുടെ വിശ്വാസം. അതുകൊണ്ട് തന്നെ ആ പള്ളിയിലേക്ക് കടക്കാനുള്ള പോലീസിന്റെ ആ ഒരു നീക്കം അവർ ചെറുത്തു നിൽക്കുകയാണ്. ശക്തമായ ഒരു ചെറുത്തുനിൽപ്പാണ് അവർ ഇപ്പോൾ വിശ്വാസികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണുന്ന പോലെ പ്രതിഷേധക്കാർ, സ്ത്രീകളടക്കമുള്ള പ്രതിഷേധക്കാർ അവർ ശക്തമായ ചെറുത്തുനിൽപ്പാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ പോലീസിന് സുപ്രീം കോടതി വിധി നടപ്പാക്കിയേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ അവർ ഇപ്പോൾ പൂട്ട് പൊളിക്കാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. സ്ത്രീകൾ ഏറ്റവും മുന്നിലായി നിൽക്കുന്നത് സ്ത്രീകളാണ്. അവർ ഇപ്പോൾ കരഞ്ഞ് നിലവിളിക്കുകയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവന് തുല്യമാണ് അവരുടെ പള്ളിയും പ്രാർത്ഥനയും എല്ലാം. പല സ്ത്രീകളും ആ ഒരു പോലീസിനോട് പറയുന്നുണ്ട്, നമ്മുടെ വീട് ഉപേക്ഷിച്ചാണ്, നമുക്കും കുട്ടികളുണ്ട്, കുട്ടികളെല്ലാം നമ്മളെ വീട്ടിലാണ്, അവരെല്ലാം ഉപേക്ഷിച്ചാണ് നമ്മുടെ വിശ്വാസത്തിന് വേണ്ടി ഇപ്പോൾ ഇവിടെ വന്ന് നിൽക്കുന്നത്. ഇപ്പോൾ പോലീസ് പൂട്ട് പൊളിക്കാനുള്ള നീക്കം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം സമരക്കാരെ തണുപ്പിക്കാനായിട്ടുള്ള മധ്യസ്ഥ ചർച്ച അവർ നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ഫലം കണ്ടില്ല. ഇനിയിപ്പോൾ പൂട്ട് പൊളിക്കാതെ മറ്റ് നിർവാഹമില്ലാത്തത് കൊണ്ടാണ് അവർക്ക് സുപ്രീം കോടതി വിധി നടപ്പാക്കിയേ സാധിക്കുകയുള്ളൂ. പക്ഷേ ഇനി മുന്നോട്ടുള്ള പോലീസിന്റെ നീക്കം എന്താണ് എന്നുള്ളതാണ് ആശങ്ക. ഏതായാലും ഇപ്പോൾ സമരക്കാർ പ്രതിഷേധവുമായി ശക്തമായ ചെറുത്തുനിൽപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ നമ്മുടെ റിപ്പോർട്ടർ എബി സൂചിപ്പിച്ച പോലെ തന്നെ പോലീസിന്റെ പക്കൽ ജലപീരങ്കിയും എല്ലാം ഉണ്ട്. അതൊക്കെ പ്രയോഗിക്കേണ്ടി വരുമോ എന്നുള്ളൊരു ആശങ്കയാണ്. കാരണം ഇപ്പോൾ പ്രതിഷേധക്കാരിൽ കൂടുതലും സ്ത്രീകളായതുകൊണ്ട് തന്നെ ഏത് രീതിയിലുള്ള ഒരു കടുത്ത നീക്കത്തിലേക്ക് പോലീസ് പോവില്ല എന്ന് നമുക്ക് വിശ്വസിക്കാം. ഏതായാലും ഇപ്പോൾ പോലീസ് പൂട്ട് പൊളിക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനു മുൻപ് 6 പള്ളികൾ സുപ്രീം കോടതി പിടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. 6 പള്ളികൾ പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. സുപ്രീം കോടതിയുടെ വിധിയെ തുടർന്നാണ് പോലീസ് അത്തരത്തിലൊരു നീക്കം നടത്തിയത്. ഹൈക്കോടതിയും ആ ഒരു സുപ്രീം കോടതി വിധിയെ അംഗീകരിക്കുകയാണ് ചെയ്തത്. പക്ഷേ ഇതിനു മുൻപ് 6 പള്ളികൾ പിടിച്ചപ്പോഴും സമാനമായ പ്രതിഷേധം തന്നെ ഉണ്ടായിരുന്നു. 2017 സുപ്രീം കോടതി ഈ വിഷയത്തിൽ ഒരു തീർപ്പുണ്ടാക്കിയിരിക്കുന്നത്. അതായത് പലപ്പോഴും ഈ സഭാവിശ്വാസികൾ, എണ്ണത്തിൽ കൂടുതലുള്ള സഭാവിശ്വാസികൾക്ക് പള്ളി വിട്ടുകൊടുക്കുക എന്നുള്ളൊരു തീരുമാനമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ ഈ സമരക്കാർ പറയുന്നത് ഇവിടെ ഇവിടെ 4 ഓർത്തഡോക്സ് കുടുംബങ്ങൾ മാത്രമേ ഉള്ളൂ. ഇവിടെ കൂടുതലും യാക്കോബ വിശ്വാസികളെന്നാണ് പ്രതിഷേധക്കാർ പറയുന്നത്. നമ്മുടെ റിപ്പോർട്ടർ എബി തോമസ് ലൈനിലുണ്ട്. എബി, ഇപ്പോൾ പോലീസ് പൂട്ട് പൊളിക്കാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ പ്രതിഷേധക്കാർ ശക്തമായ ചെറുത്തുനിൽപ്പാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതൊക്കെയാണ് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തൊക്കെയാണ് എബി അവിടെ നിന്നുള്ള കൂടുതൽ വിവരങ്ങൾ? പൂട്ട് പൊളിച്ചു. നേരത്തെ ഇത് പള്ളി പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. ആ പൂട്ട് ചങ്ങല ഉൾപ്പെടെ പൊളിക്കുന്ന നടപടിയിലേക്ക് പോലീസ് കടന്നിരുന്നു. അത് ആ പൂട്ട് പൊളിക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. ശക്തമായ രീതിയിൽ പ്രതിഷേധം ആളുകളുടെ ഭാഗത്തുനിന്നും യാക്കോബായ സഭ വിശ്വാസികളുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 2017 ഇതുമായി ബന്ധപ്പെട്ടൊരു വിധി സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നത്. അത് ഈ പള്ളികളുടെ ഉടമസ്ഥാവകാശം ഓർത്തഡോക്സ് വിഭാഗത്തിന് നൽകിക്കൊണ്ടുള്ള ഒരു ഉത്തരവായിരുന്നു. അതിനെതിരെയാണ് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതേ തുടർന്ന് നിരവധിയായിട്ടുള്ള പള്ളികൾ ഓർത്തഡോക്സ് വിഭാഗത്തിന് നൽകണമെന്നുള്ള ഒരു നിർദ്ദേശം, ആ ഒരു ഉത്തരവ് ആ നിലയ്ക്ക് തന്നെ വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ പല ഇടങ്ങളിലും ഇത്തരത്തിൽ ഈ പള്ളികൾ ആ ഉത്തരവ് പ്രകാരം ഏതാണ്ട് 60 തരം പള്ളികൾ ഇങ്ങനെ ഏറ്റെടുത്ത് ഓർത്തഡോക്സ് വിഭാഗത്തിന് നൽകുന്ന നടപടികളിലേക്ക് കടക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതിനെ തുടർന്ന് ആണ് ഇപ്പോൾ അതിന്റെ അല്ലെങ്കിൽ ആ ഉത്തരവിന്റെ ചോർവെടുത്തുള്ള നടപടികളാണ് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത്. നിലവിൽ ഇപ്പോൾ 6 പള്ളികളാണ് ഏറ്റെടുക്കണമെന്നുള്ള നിർദ്ദേശം സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. എന്തുകൊണ്ട് ആ ഒരു നടപടി സുപ്രീം കോടതി വിധി നടപ്പിലാക്കിയില്ല എന്ന് പല കൂടി ഹൈക്കോടതിയും സർക്കാരിനോട് ചോദിക്കുന്ന നിലയുണ്ടായിട്ടുണ്ട്.
കഴിഞ്ഞ തവണ കേസ് പരിഗണിക്കുന്ന ഘട്ടത്തിൽ ഇത്തരത്തിൽ വളരെ വേഗം തന്നെ നടപടി സ്വീകരിക്കണം. ഇനി സർക്കാരിന് ഒരു സമയം നീട്ടിച്ചൊതുക്കാനുള്ള സാഹചര്യം ഉണ്ടായിരിക്കില്ല. സമയം നീട്ടിച്ചൊതുച്ചാൽ അനുവദിക്കാൻ കഴിയില്ല തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ അവർ കോടതി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനെ തുടർന്ന് ഇപ്പോൾ 25-ാം തീയതിയാണ് കേസ് വീണ്ടും പരിഗണിക്കുന്നത്. അതിന് മുമ്പായി തന്നെ ഇതിൽ നടപടി സ്വീകരിക്കണമെന്നുള്ള നിർദ്ദേശമാണ് കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. അതനുസരിച്ചുള്ള നടപടികളാണ് പോലീസ് ഭാഗത്തു നിന്നും സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഓർത്തഡോക്സ് വിഭാഗത്തിന് ഈ പള്ളി വിട്ടുകൊടുക്കാൻ കഴിയില്ല എന്നുള്ള ഉറച്ച നിലപാട് തന്നെയാണ് യാക്കോബായ വിഭാഗമുള്ളത്. ഇവിടെ കൂടുതലായി ഉള്ളതും യാക്കോബായ വിഭാഗം വിശ്വാസികളാണ്. അവർ പറയുന്നത് തങ്ങളുടെ സമയവും അധ്വാനവും പണവും എല്ലാം മുടക്കി നിർമ്മിച്ച പള്ളിയാണ്. അത് ഓർത്തഡോക്സ് വിഭാഗത്തിന് അത്തരത്തിൽ വിട്ടു നൽകാൻ കഴിയില്ല എന്നുള്ളൊരു കാര്യമാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. ഒപ്പം തന്നെ 4 കുടുംബങ്ങൾ മാത്രമാണ് നിലവിൽ ഇവിടെ ഓർത്തഡോക്സുകാരായിട്ടുള്ളത് എന്നുള്ളതാണ് ഇവർ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അത്തരത്തിൽ അംഗസംഖ്യയും എല്ലാം തന്നെ കൂടുതലായിട്ടുള്ളത് യാക്കോബായ വിഭാഗത്തിനാണ്. അതുകൊണ്ട് തന്നെ ഈ പള്ളി ആ നിലയ്ക്ക് ഏറ്റെടുത്ത് അവർക്ക് നൽകാൻ ഉള്ള ഉത്തരവിനെ അംഗീകരിക്കാൻ കഴിയില്ല, നടപടിയിലേക്ക് കടക്കാൻ കഴിയില്ല എന്നുള്ളൊരു നിർദ്ദേശം അല്ലെങ്കിൽ ആ ഒരു അഭിപ്രായമാണ് ഇവർക്കുള്ളത്. പലകുറി പോലീസ് ഉദ്യോഗസ്ഥർ ഇവരുമായി അനുനയ ചർച്ചകൾ നടത്തുന്നുണ്ടെങ്കിലും അതൊന്നും തന്നെ ഫലവത്താകുന്നില്ല. ആ നിലയിൽ ഇവർ അവരുടെ നിലപാട് തന്നെ ഉറച്ചു നിൽക്കുകയാണ്. ഒരു തരത്തിലും അതിൽ നിന്ന് പിന്മാറാൻ തയ്യാറല്ല. ഈ പ്രതിഷേധവുമായി തന്നെ തുടരുകയാണ്. പള്ളിയിലേക്ക് പോലീസ് കയറുന്നതിനോ അല്ലെങ്കിൽ ഈ പള്ളി ഏറ്റെടുക്കുന്ന നടപടി നടപ്പിലാക്കുന്നതിനോ ഒന്നും തന്നെ അനുവദിക്കില്ല എന്നുള്ളൊരു ഉറച്ച നിലപാട് തന്നെയാണ് ഇവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. 6 പള്ളികൾ നിലവിൽ ഇത്തരത്തിൽ ഏറ്റെടുക്കാനുണ്ട്. അതിൽ ഒരു പള്ളിയാണ് ഇപ്പോൾ അവിടെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഈ പ്രതിഷേധം ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ശക്തമായ രീതിയിലുള്ള പ്രതിഷേധം വിശ്വാസികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. വൈദികരും ഈ പ്രതിഷേധ പരിപാടിയിൽ മുൻപന്തിയിൽ തന്നെയുണ്ട്. സ്ത്രീകളും കുട്ടികളും പ്രായമായവരുമെല്ലാം തന്നെയാണ് ഈ പ്രതിഷേധത്തിന്റെ മുൻപന്തിയിലുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി ചൂണ്ടിക്കാണിക്കാനുള്ളത്. എന്തായാലും പോലീസ് അവരുടെ കോടതി ഉത്തരവ് നടപ്പിലാക്കുക എന്നുള്ള അവരുടെ ഉത്തരവാദിത്വം